ഹലോ എവരിവൺ, വെൽക്കം ടു ഗെറ്റ് മൈ വിൽ ഷോ പവർഡ് ബൈ ഫെയിൽ ഇൻഫെക്റ്റഡ് മീഡിയ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ജനറേഷൻ ഓഫ് മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻറ്റുമായിട്ടാണ്. വാല്യൂ ഫോർ മണി എന്ന് പറയാൻ വേണ്ടി 2-3 കാരണങ്ങൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഏതായാലും ഈ വാഹനം ഇപ്പോൾ ഉള്ളത് ലെക്സ് മോട്ടോ മിനിയിലാണ്. കേരളത്തിലെ അല്ലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രീ ഓൺ ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് മാരുതി സുസുക്കി സ്വിഫ്റ്റാണ് നിങ്ങൾ എൻ്റെ പിന്നിൽ കാണുന്നത്. ഇതിൻ്റെ VXi എന്ന് പറയുന്ന വേരിയൻ്റാണിത്. ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഒരല്പം പോളറൈസിങ് ആയിട്ട് തോന്നാവുന്നത് ഈ ബോണറ്റിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. ഇതിങ്ങനെ ഒരു ലൈൻ വന്നിട്ട് ത്രൂ ഔട്ട് ഈ വാഹനത്തിൻ്റെ ചുറ്റും പോയിട്ടുണ്ട്. ഇനി വരാൻ നിൽക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് മിനി കൂപ്പറിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ സ്വിഫ്റ്റിനെ പൊതുവേ ഒരു ബഡ്ജറ്റിൽ ഫ്രണ്ട്ലി മിനി കൂപ്പർ എന്നാണ് സാധാരണയായിട്ട് വിളിക്കാറുള്ളത്. ഇവിടെ ഒരു DRLും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഈ ഹെഡ് ലാമ്പ്സിലേക്ക് വന്നിട്ട് ഒരു സ്മോക്ഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമെന്നായിരിക്കും. പണ്ട് നമ്മളത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. എന്തായാലും ഹെഡ്ലൈറ്റിന് ഒരു സ്മോക്ക് ഫിനിഷ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഇത് മിഡിൽ വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഈ ഇവിടെ ശരിക്കും DRL വരുന്നതാണ്. അതിന് പകരം ഇവിടെ ഒരു ക്രോമിയത്തിൻ്റെ ഒരു എലമെൻറ്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗ്രിൽസിലേക്ക് വരുന്ന സമയത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഗ്രിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ താഴെയും അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും. ഫോഗ് ലാംപ്സിലുള്ള സ്ലോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് VXi ആയതുകൊണ്ട് ഇതിൽ ഫോഗ് ലാംപ്സും കാര്യങ്ങളും ഇല്ല. നിലവിലിപ്പോൾ നമ്മൾ ഹുണ്ടായിൻ്റെ വാഹനങ്ങളോ ഒക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോഗ് ലാംപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പോൾ മൺമറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഒരു 15 ഇഞ്ച് വീൽസും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഫുൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ഡയമണ്ട് കട്ട് അലോയ്സിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. രസകരമായൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വേരിയൻറ്റ് സ്പെസിഫിക് വേരിയൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ OEM വീല് തന്നെ കൊടുക്കാവുന്നതാണ്. അത് അത്യാവശ്യം നല്ലതാണ്. നമ്മൾ അലോയ്സ് എപ്പോഴും ചെയ്യുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുന്നവരാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളെപ്പോഴും OEM വീൽസ് പ്രിഫർ ചെയ്യാറുണ്ട്. ബിക്കോസ് അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും അതിൻ്റെ ഉപയോഗിക്കാനുള്ള സുഖവും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡിഫറെൻ്റ് ആണ് അതർ ദാൻ ദി ആഫ്റ്റർ മാർക്കറ്റ് വീൽസ്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യാരക്ടറെല്ലാം അതിന് അങ്ങനെ പോയിട്ടുണ്ട്. ആൻഡ് അതിവിടെ എത്തുന്ന സമയത്ത് നമുക്ക് പുതിയൊരു സാധനം കാണാൻ പറ്റും. ഡോർ ഹാൻഡിൽ ഡോറിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ C പില്ലറിലായിട്ടായിരുന്നു ഈ ഡോർ ഹാൻഡിൽസ് നമ്മൾ ഫിറ്റ് ചെയ്തിരുന്നത് ഇതിൻ്റെ പ്രീവിയസ് ജനറേഷനിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്ലാസ് ഏരിയയ്ക്ക് ഒരല്പം കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്ലാസ് ഏരിയ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി വിസിബിലിറ്റിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി സ്ഥലം ഫീൽ ചെയ്യും. ആ ഒരു എയറി ഫീൽ എന്നുള്ളത് ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിൻഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമ്മൾ കണ്ട നമ്മളെ വാ വിളിച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ബോണറ്റിൻ്റെ കുറച്ചു കാലം മുന്നേ വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഫേക്ക് M5കാരുടെ എല്ലാവരുടെയും ബോണറ്റ് എങ്ങനെയായിരുന്നു, ഒരു ഇച്ചിരി ഇങ്ങനെ തുറന്നിരിക്കുമായിരുന്നു. അതിപ്പോൾ ഫിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓൺ റോഡിൽ അതെല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഓപ്പണിങ് അതിങ്ങനെ ആ ക്യാരക്ടർ ലൈൻ അങ്ങനെ വന്നിരുന്നത് ബാക്കിൽ കൂടെ എങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ ത്രൂ ഔട്ട് ബോഡി കൂടെ പോയിരിക്കുകയാണ്. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റിയർ ലൈറ്റ്സിലേക്ക് നോക്കുമ്പോൾ ഒരു C ഷേപ്ഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഈ ബൾബ്സിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നൈസാണ്. ഇതിനും ആ ഒരു സ്മോക്ക്ഡ് എഫക്റ്റാണ് നൽകിയിരിക്കുന്നത്. ഇവർ ഫുൾ ഓപ്ഷനിലേക്ക് മാത്രം പോയിട്ടല്ല ആ സ്മോക്ക്ഡ് എഫക്റ്റും കാര്യങ്ങളും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് ഈ കളറിലും ഒക്കെ ഈ വാഹനം കാണാൻ. മൊത്തത്തിലൊരു ഒരു യൂറോപ്യൻ ഫീലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെയുള്ള ഈ ഫ്രെയിമിലിട്ട് എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. നല്ല യൂറോപ്പ് ലൈക്ക് ഫ്രെയിംസിലൊക്കെ വെച്ച് എടുക്കണം എന്നായിരുന്നു. എന്തായാലും സമയപരിധി മൂലം അത് നമുക്ക് സാധിക്കുന്നില്ല. ആൻഡ് ഇതിന് റിയറിൽ റീഡിസൈൻഡ് ആണ്, കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. ഇതിൽ റിയർ സെൻസറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് ക്യാമറയ്ക്കുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ റിയർ കാണുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നമ്മളെ സ്നഗ്ഗി ബേബീസിൻ്റെ പോലെ, സ്നഗ്ഗി ഇട്ട പിള്ളേരുടെ പോലെയുണ്ട് ഈ വാഹനം കാണാൻ എന്നാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് എന്നുള്ളത്, നിങ്ങൾക്ക് ഈ വാഹനം കാണുമ്പോൾ എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് മാരുതി സുസുക്കി സ്വിഫ്റ്റാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വന്നിരിക്കുന്ന 4th ജനറേഷൻ ഓഫ് മാരുതി സുസുക്കി സ്വിഫ്റ്റാണ്. പ്രീവിയസ് ജനറേഷനെ അപേക്ഷിച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറേ ഡിഫറൻസ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈവൻ ദോ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഷാസി എന്ന് പറയുന്നത് ഷാസി സെയിം ആണെങ്കിൽ കൂടി ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല ഡിഫറൻസ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനാണ്. പ്രീവിയസ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരുന്നു. 1200 cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരുന്നു, വിച്ച് പ്രൊഡ്യൂസിങ് അറൌണ്ട് 90 horsepower and 113 Nm of torque.
എന്നാൽ ഇപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. സെയിം 1200 cc തന്നെ, പക്ഷെ 3 സിലിണ്ടർ ആയിട്ടുണ്ട്. പവറും ടോർക്കും ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 82 ഹോഴ്സ് പവർ ആയിട്ടുണ്ട്. അതുപോലെ 112 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് ആയിട്ടുണ്ട് നിലവിൽ ഈ വാഹനത്തിൻ്റെത്. മാർക്കറ്റിൽ നിലവിലുള്ള മറ്റ് 3 സിലിണ്ടർ വാഹനങ്ങളെ അപേക്ഷിച്ച് വളരെ സ്മൂത്തറായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഈ ഒരു 3 സിലിണ്ടർ എൻജിൻ കാഴ്ചവെക്കുന്നത്. സ്വിഫ്റ്റ് 3 സിലിണ്ടർ ആയി എന്ന് പറയുമ്പോൾ തന്നെ മുഖം പലരും ചുളിയുമായിരുന്നു. ഞാനും ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഞാൻ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആയതുകൊണ്ടായിരിക്കാം അത്രയ്ക്ക് മോശം പെർഫോമൻസ് ഒന്നും അല്ല ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നത്. ഇതൊരു മാരുതി കാറാണ്. സുസുക്കീൻ്റെ എൻജിനാണ്. മാരുതി എപ്പോഴും അത് മാനേജ് ചെയ്യലുണ്ട്. എങ്ങനെയെങ്കിലും അവർ നമുക്ക് വേണ്ട പെർഫോമൻസും നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരുടെ കുറച്ച് വാല്യൂസും കാര്യങ്ങളും എന്തെന്ന് വെച്ചാൽ വേണ്ട പവർ, വേണ്ട ഫ്യൂൽ എഫിഷ്യൻസി എന്നിവയെല്ലാം നമുക്ക് നൽകലുണ്ട്. ആൻഡ് മാന്യമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്യലുണ്ട്. ഇതിന് മുന്നേ ഇതിൻ്റെ താഴത്തെ സെഗ്മെൻറ്റിലുള്ള പല വാഹനങ്ങളിലും മാരുതി സുസുക്കി 3 സിലിണ്ടർ എഞ്ചിൻസ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സെലേറിയോ, വാഗണർ തുടങ്ങിയ വാഹനങ്ങളൊക്കെ നമ്മൾ ഈ 3 സിലിണ്ടർ എഞ്ചിനും കാര്യങ്ങളും കണ്ടിട്ട്, ഈ 3 സിലിണ്ടർ അല്ല ഇതേപോലത്തെ 3 സിലിണ്ടർ എഞ്ചിൻസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. 3 സിലിണ്ടർ എഞ്ചിൻസിന് സ്ഥിരമായി കാണാറുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഐഡ്ലിങ്ങിൽ ഇതിന് കുറച്ച് ശബ്ദം കൂടുതലായിരിക്കും, കുറച്ച് വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. സ്വിഫ്റ്റിലും ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. ഐഡ്ലിങ്ങിൽ അത്യാവശ്യം വൈബ്രേഷൻസ് കാര്യങ്ങളുണ്ട്. ആൻഡ് കുറച്ച് ശബ്ദങ്ങളും കാര്യങ്ങളുണ്ട്. കുറച്ചൊരു റിഫൈൻമെൻറ്റ് കുറവ് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് പെർഫോമൻസിലേക്ക് വരുന്ന സമയത്തും നമുക്ക് സ്ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഞാനിപ്പം നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരാം. ഈ വാഹനത്തിൻ്റെ പവർ നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഹനം ഇതങ്ങനെ കയറി ഈ കെയറിലും കാര്യങ്ങളൊക്കെ പഴയ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ഒരല്പം ലൗഡാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരല്പം സ്ലോ ആണ്. ഫസ്റ്റ് 3 ഗിയേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഷോർട്ടറാണ്. പിന്നത്തെ 4th and 5th ഗിയേഴ്സാണ് അത്യാവശ്യം ടോളായിട്ട് വരുന്നത്. അവിടെ ഭയങ്കര ലീനിയറായിട്ട് 4th ഗിയറിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ലോയിൻ്റെ അടുത്ത് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലീനിയറായിട്ടേ കയറത്തുള്ളൂ. പഴയതുപോലെ പറന്ന് കയറത്തില്ല. ആൻഡ് പഴയതിലും അത്യാവശ്യം ടോളറായിരുന്നു ഈ പറയുന്ന 2 ഗിയേഴ്സും. സ്റ്റിൽ ഒരല്പം നമുക്ക് ഒരു ലീനിയാരിറ്റി ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരല്പം കുറവ് നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പം ഞാനിങ്ങനെ നമ്മൾ കണ്ടെയ്നർ റോട്ടിലാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ബംസും കാര്യങ്ങളുണ്ട്. എനിക്കാണ് കാലങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഫ്യൂൽ എഫിഷ്യൻസിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ സിറ്റി ട്രാഫിക്കിലൂടെയും നമ്മളെ ബ്ലോക്കുകളുടെ എല്ലാം ഓടിക്കുന്ന സമയത്ത് നമുക്ക് 13-14 കിലോമീറ്റർ മൈലേജും ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആൻഡ് ഞാൻ ഈ വാഹനം എടുക്കുന്ന സമയത്ത് ഇതിൽ ഏകദേശം 17-18 ഒക്കെ ആയിരുന്നു ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ഒന്നും കൂടെ ഒന്ന് തേർഡിലിട്ടിട്ട് ഒന്ന് കാല് കൊടുക്കുന്ന സമയത്ത് ഒരു 3000 അല്ലെങ്കിൽ 4000 RPM കഴിയുമ്പോഴാണ് വാഹനം ഒന്ന് ഉണരുന്നത്. ആൻഡ് ബ്രേക്സ് ആർ വെരി ഗുഡ്. പെട്ടെന്നാണ് പമ്പ് വന്നിട്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊന്ന് കയറി പോവാണേ. 4000 കഴിയുന്ന സമയത്ത് കണ്ടോ. ആൻഡ് ഇപ്പോൾ 5000 ആയി. ആൻഡ് ഒരു വലിയ ഹമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രേക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഈ വാഹനം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ആ റെവ് ഹാപ്പി എൻജിന്, പഴയ ആ സ്മൂത്തായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ആ ഒരു എൻജിനെ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 4th ഗിയറിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ 5th ഗിയറിലൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് പോകാവുന്നതാണ്. അതിനൊന്നും വലിയ തരക്കേടും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എൻജിനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. പിന്നെ ഡ്രൈവിങ്ങിലേക്ക് വരുന്ന സമയത്ത് പഴയതിനെ അപേക്ഷിച്ച് ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും സസ്പെൻഷൻ സെറ്റപ്പും കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി രസമുണ്ട് നമുക്കിത് ഓടിച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷേ ആ ഒരു 3 സിലിണ്ടർ എൻജിൻ്റെ ഒരു സംഭവം അത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ അതുണ്ടാവും. അതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് കുറച്ച് ലോവർ RPMലേക്കൊക്കെ പോകുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1500 താഴേക്ക് വരുന്ന സമയത്ത് നമുക്കത് ചെറുതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്.
ആൻഡ് ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ സ്പെസിഫിക് വാഹനം എന്ന് പറയുന്നത് VXi വേരിയൻ്റ് ആണ്. ഇതിലൊരു മിഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് അതിന് നടുവിലായിട്ടൊരു മിഡ് ഡിസ്പ്ലേയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് സ്പീഡോമീറ്ററും നമ്മളെ ഫ്യൂവലിൻ്റെ ഗേജും ട്രിപ്പ് മീറ്റേഴ്സും ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് അതൊരു കളർ ഡിസ്പ്ലേ, അതിൻ്റെ അകത്തൊരു 10x10 നാവിഗേഷനും വരുന്നുണ്ട്. ആൻഡ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് റിവേഴ്സ് ക്യാമറയും വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്പെസിഫിക് വേരിയൻറ്റിൽ റിവേഴ്സ് ക്യാമറ വന്നിട്ടില്ല. നമുക്കത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഫ്രഷ് ആണ്, കുറച്ചുകൂടി പുതുമ ഫീൽ ചെയ്യുന്നുണ്ട്. പഴയതിൻ്റെ അത്രയും പ്ലെയിൻ ആയിട്ടല്ല, കുറച്ചുകൂടി എലമെൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്വിച്ചസിലേക്കും കാര്യങ്ങൾ, AC-യുടെ കൺട്രോൾസ്, ബാക്കി കൺട്രോൾസിലേക്ക് കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇത് കാണാൻ വളരെ രസമായിട്ടുണ്ട്. മാന്യമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ടതായിട്ട് ഇതിൻ്റെ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ്സാണ്. ഈ സീറ്റ്സ് നമ്മളെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്വിഫ്റ്റിൻ്റെ സീറ്റ്സ് നമ്മളെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അത് ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിൽ അത് ബെറ്റർ ആയിട്ടേ ഉള്ളൂ. നല്ല സുഖമുണ്ട് ഇതിനകത്തിരിക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ കോ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുക എന്നുണ്ടെങ്കിലും നമ്മളത് ഹോൾഡ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി നന്നായിട്ട് ഓടിച്ചു പോകാനാണെങ്കിലും, ഇനി അതല്ല അപ്പുറത്തിരുന്ന് ഒന്ന് വിശ്രമിക്കാനാണെങ്കിലും നല്ല സുഖകരമാണ്. ഇനി പാസഞ്ചർ കംഫർട്ട്സിലേക്ക് വരുന്ന സമയത്ത് ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആവശ്യത്തിന്. ആൻഡ് പ്രീവിയസ് ജനറേഷൻ, ഇപ്പോൾ കഴിഞ്ഞു പോയ ജനറേഷനെ അപേക്ഷിച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു എയറി ഫീൽ. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഡോറിൻ്റെ അതിൻ്റെ ഡോറ് ലോക്ക് ഇരുന്നത് മാറിയിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ പില്ലേഴ്സിൽ നിന്ന് മാറിയിട്ട് ഡോറിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൂടെ സ്പേസും കാര്യങ്ങളും ആ വിൻഡോൻ്റെ അവിടെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എയറി ഫീൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ജനറേഷനായിരുന്നു ഏറ്റവും ശോകം. അതിനെ അപേക്ഷിച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരാളാണ്, അതാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ബലേനോ, ഇനി കുറച്ചുകൂടി SUVs ആയിട്ടുള്ളൊരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ നമ്മളെ ഫ്രോങ്സ് എന്നിവ ചൂസ് ചെയ്യാവുന്നതാണ്. ഫ്രോങ്സിൽ ഒരു 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഈ സ്വിഫ്റ്റിലേക്ക് ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഈ വാഹനത്തിൽ കയറുന്ന സമയത്ത് ആദ്യം ഓഫ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഐഡിയൽ സ്റ്റോപ്പ് ഫംഗ്ഷനാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത്, ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കയറ്റത്തിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ നൈസായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തി. ആ സമയത്ത് ഈ സാധനം ഓഫ് ആവുകയും ഞാൻ പെട്ടെന്നൊന്ന് കൺഫ്യൂസ്ഡ് ആയി പോയി. ഞാൻ അപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഓഫ് ചെയ്യാറുള്ളത് ഈ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഓഫ് ചെയ്യുന്നത്. ഈ വാഹനത്തിൽ നല്ല ഈ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനുള്ള ഏതൊരു വാഹനത്തിലും ഞാൻ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു പരിപാടിയാണ് അതാദ്യം ഓഫാക്കിയിടുക എന്നുള്ളത്. പക്ഷേ അത് ട്രാഫിക്കിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഉപകാരപ്രദമാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ക്ലച്ചിലേക്ക് കാല് കൊടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടായിക്കോളും. നമുക്ക് വേറെ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാനത് ഓഫാക്കിയിടാറുണ്ട്. എനിക്കതിന് വലിയൊരു കഥയും കാര്യങ്ങളും തോന്നിയിട്ടില്ലാത്തൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് മാരുതി സുസുക്കി സ്വിഫ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഇതുവരെയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ആൻഡ് ഈ വാല്യൂ ഫോർ മണി വേരിയൻറ്റിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിനായിട്ട് നിങ്ങൾക്ക് ലെക്സ്മോട്ടോ മിനി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അവർ പറയുന്നതായിരിക്കും. ഒരു 2500 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ബെസ്റ്റ് ഡീൽസിനായിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വൺസ് അഗൈൻ ദിസ് ഇസ് മീ അപ്പു ജോസഫ് വിത്ത് ഗെറ്റ് മൈ വീൽ ഷോ പവർഡ് ബൈ ഫെയിൽ ഇൻഫെക്റ്റഡ് മീഡിയ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.